ലാസർ മരിച്ചു കിടന്ന ലാസറേ പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോ അവൻ ഈ നാടകളൊക്കെ ചുറ്റി പുറത്തു വരുന്നത് ഞാൻ കണ്ടു ഞങ്ങള്. പ്രിയപ്പെട്ടവരെ, അവന്റെ ശക്തി ഞങ്ങൾ കണ്ടു. 5 അപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ കയ്യിൽ. 5000 പുരുഷന്മാർ തന്നെ. അവർക്കൊക്കെ ഓരോ ഭാര്യമാരെ കൂട്ടിയ എത്ര പേരായി കണക്കും അറിയത്തില്ല, ബൈബിളും അറിയത്തില്ല. 10000. അവർക്കൊക്കെ ഈ 2 മക്കളെ കൂട്ടിയാൽ എത്രയായി? കൺഫ്യൂഷനായി. 20000. 5000 പുരുഷന്മാരുടെ ബൈബിൾ നിങ്ങൾക്ക് വിശ്വസിക്കാം. ബൈബിൾ ഒരിക്കലും പത്രം പോലെ അല്ല. പത്രമായിരുന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം പേര് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേനെ. പക്ഷെ ബൈബിൾ പറഞ്ഞ 5000-ഓളം പുരുഷന്മാർ. അവർക്കൊക്കെ സാധാരണ ഒരു കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്. സാധാരണ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് കൂടുതൽ. ഹല്ലേലൂയ. സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് സാധാരണ കൂടുതൽ വരുന്നത്. അവിടെ 5000-ഓളം പുരുഷന്മാർ. അപ്പോൾ ഏകദേശം 10-30,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം. എല്ലാവരും 5 അപ്പം. അവൻ്റെ ശക്തി പ്രാഭവത്തെ ഞങ്ങൾ കണ്ടു. അവൻ ഒരു വാക്ക് പറഞ്ഞപ്പോ അവിടെ നടന്ന അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ആ ശക്തി പ്രാഭവത്തിന്റെ ദൃക്സാക്ഷികളാണ് ഞങ്ങൾ. ഇതൊരു പേഴ്സണൽ കൺവിക്ഷനാണ്. ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടി, ഇവനാണ് ലോകത്തിന്റെ രക്ഷകൻ, അവൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ. ഇത് ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നായിക്കമ്പറമ്പിലച്ഛൻ്റെ അനുഭവം ഒരു ബ്രദർ പറഞ്ഞു കേട്ടാണ്. നായിക്കമ്പറമ്പിലച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ജീവിക്കുന്നൊരു സമയത്ത്, തുടക്ക സമയത്ത് അതേ പറയാണ്, ഒരു തീ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി അങ്ങ് പോയെന്ന് പറഞ്ഞു. ഒരു തീ. ആദ്യം പിന്നെ അച്ഛൻ അവിടെ നിന്ന് സൗഖ്യത്തെക്കുറിച്ച്, വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ അതങ്ങോട്ട് നടക്കുകയാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്. ഹല്ലേലൂയ. ഒരു തീയുണ്ട്, ഒരു അഗ്നിയുണ്ട്, ശക്തിയുണ്ട്. അതാണ് യേശു. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി ഇത് കഥയല്ല, ഇത് നീ സൃഷ്ടിച്ചെടുക്കുന്ന ജീവനകലയല്ല, നീ കണ്ടെത്തുന്നതായ ഊർജമല്ല, നീ ധ്യാനിച്ച് മെനക്കെട്ടിരുന്നിരുന്ന് മന്ത്രം ചൊല്ലി നേടിയെടുക്കുന്ന ശക്തിയല്ലിത്. ഇങ്ങനെ പുറപ്പെട്ടു വരുന്നൊരു ശക്തി ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ കിട്ടിയാൽ അതിൻ്റെ പേരാണ് മോക്ഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നതാണ്. പത്രോസ്ലീഹ വീണ്ടും പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. അതായത് ക്രൈസ്റ്റ് ഈസ് ദ ലിവിങ് ഗോഡ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിൻ്റെ 10-ാം അധ്യായം 41 മുതൽ 44 വരെ ഇങ്ങനെയാണ് പത്രോസ്ലീഹ പറയുക. പത്രോസ്ലീഹയുടെ പ്രസംഗമാണ്, ശ്രദ്ധിക്കണേ. അവനെന്ന് പറഞ്ഞാൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ശ്രദ്ധിച്ചേ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം, പത്രോസ്ലീഹ പറയാ, ജീവിച്ചിരുന്നപ്പോഴല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, അവൻ കുർബാന ചൊല്ലിയെന്ന്, അവൻ അപ്പം മുറിച്ച് അവൻ ഭക്ഷണം തന്നു, അവൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അവൻ വീഞ്ഞു തന്നു. ഇത് ഞങ്ങൾ ഭക്ഷിച്ചവരാ, പാനം ചെയ്തവരാ. എന്നിട്ട് പത്രോസ്ലീഹ പറയാണ്, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ്. ഹല്ലേലൂയ. ഈ പത്രോസ്ലീഹ പറയാണ്, അവൻ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവൻ മാത്രമാണ്. അവനാണ് വരാനിരിക്കുന്നത്. വേറെ ആരും നമ്മളെ വിധിക്കത്തുമില്ല. ആരും പറഞ്ഞിട്ടില്ല ഞാൻ തരാൻ നിനക്ക് സമാധാനം. എന്താ പറയാത്തെ? അവർക്ക് തരാൻ പറ്റത്തില്ല. ഈശോ പറഞ്ഞു, ലോകം തരുന്നത് പോലെയല്ല, ഞാൻ തരാം നിനക്ക് സമാധാനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, ഈശോ തരുന്ന ഒരു ഉറപ്പാണ്, ഒരു ബോധ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പത്രോസ്ലീഹ പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം വഴി
പാപമോചനം നേടും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ കരുതി ക്യാൻസർ ആണെന്നാ. പണ്ട് ഞാൻ കരുതി ജോലിയില്ലാത്ത പ്രശ്നം, കല്യാണം നടക്കാത്തതും പ്രശ്നമാണെന്നാണ് കരുതിയേ. ഇതൊന്നും അല്ല പ്രശ്നം. ജോലിയില്ലാത്ത രോഗം വരുന്നത് ഇതെല്ലാവർക്കും വരും. ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഏറ്റവും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നറിയാവോ? പാപം. ഈ ക്യാൻസർ ഇത് വന്നു, ചികിത്സിച്ചു, മാറി, ചിലപ്പോൾ മാറത്തില്ല. പക്ഷെ പാപം എന്ന് പറയുന്നൊരവസ്ഥ മനുഷ്യനെ പിടികൂടിയാൽ പിന്നീട് നമ്മുടെ ഹൃദയാകാശങ്ങൾ അടഞ്ഞു പോകും. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ അടിമ നുഖത്തിൻ്റെ കീഴിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ പാപം ആരിൽ നിന്ന് വരുന്നു? പിശാചിൽ നിന്ന് വരുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടിമയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പ്രശ്നം ഈ അടിമത്വത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. പിശാചിൻ്റെ മുഖം വെച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ നടക്കും. പിശാചിൻ്റെ മുഖം. കുമ്പസാരത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈശോ ആ മുഖം ഒടിച്ചു കളഞ്ഞിട്ട് ഈശോയുടെ വഹിക്കാൻ എളുപ്പമുള്ള ഒരു മുഖം. അത് സങ്കടമുണ്ട്, കഷ്ടപ്പാടുണ്ട്, എന്താ അത്? പക്ഷെ അത് വഹിക്കാൻ എളുപ്പമുണ്ട്. ഞാൻ തരുന്ന മുഖം വഹിക്കാൻ എളുപ്പമുള്ള ഒരു മുഖം, എൻ്റെ മുഖം. പ്രിയപ്പെട്ടവരെ, ഈ മുഖം പലരും ഈ പാപത്തിൻ്റെ മുഖം വെച്ചുകൊണ്ട് നടക്കുക. 1 വർഷം കഴിഞ്ഞിട്ട് കുമ്പസാരിക്കത്തുള്ളൂ. യേശുക്രിസ്തു തരുന്ന ഈ മുഖം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അതെ, ഈ മുഖം വെച്ച കാളയും അമ്പലക്കാളയും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? അമ്പലക്കാളകളെ കണ്ടിട്ടുണ്ടോ? ഈ പ്ലാസ്റ്റിക് പേപ്പറും പോസ്റ്ററും തിന്നുകൊണ്ട് നടക്കുന്ന കാള. അതിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടക്കും. അതുവഴി നടക്കും, ഇതുവഴി നടക്കും. അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു ഓട്ടോ കാണുമ്പോൾ അതിനെ കുത്തി മറിച്ചിട്ട് അതിങ്ങനെ നടക്കും. ഇതാണ് അമ്പലക്കാള. എന്നാൽ മുഖം വെച്ച കാളയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിനും കൊമ്പുണ്ട്, വേണേ കുത്താം. പക്ഷെ ഒരു മുഖമുണ്ട്, മൂക്കുകയറുണ്ട്, ഇതിങ്ങനെ പിടിച്ചേക്ക്. ഇതാണ് ക്രിസ്ത്യാനി. നമുക്ക് വേണേ കൊമ്പുണ്ട്, കുത്താം. പക്ഷെ നമുക്കൊരു മുഖം വെച്ചിട്ടുണ്ട്, ജീസസ്. ഇതുകൊണ്ടാണ് ആകാത്തതും അരുതാത്തതും ഒക്കെ വേണ്ട എന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ, സ്നേഹത്തോട് പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് എന്താണെന്നറിയാമോ? എന്നിട്ട് ഇത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം വഴി പാപമോചനം നേടും എന്നിട്ട് പറയാണ് 44-ാം വാക്യത്തിൽ, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇതാണ് ശക്തി. ഏതെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഏതെങ്കിലും കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏതെങ്കിലും ചരിത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏതെങ്കിലും മതഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കറിയാം, ഈ വചനം ഒന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവും. മാനസാന്തരങ്ങൾ സംഭവിക്കും, ചേഞ്ചസ് സംഭവിക്കും. എത്ര പേര് ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ഇനി ഈ വഴിയില്ല, ഇങ്ങനെ ഉള്ളൂ. ഞാൻ ഓർക്കുന്ന ഒരു ചേട്ടനെ കൊണ്ടുവന്ന് ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു 7 ദിവസം കൊണ്ടുപോയി ഇരുത്തി. ആ ചേട്ടൻ വചനം കേട്ടു. അതിനുശേഷം ഞാൻ വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി വെച്ച് നോക്കിയാൽ വീണ്ടും അദ്ദേഹം ഈ വെള്ളപ്പാർട്ടി ഈ തരികിടയിലാകുമെന്നാണ് കരുതിയേ. പക്ഷേ ഈ മനുഷ്യൻ ചെയ്യുന്ന ജോലിയുടെ അവിടെ നിന്ന് വീട്ടിൽ വിളിച്ചിട്ട് പറയും ഭാര്യയോട്, ഡേ സന്ധ്യ തിരികെത്തിച്ചോ, പ്രാർത്ഥിച്ചോ, നീ ഇപ്പം ജോലി നിർത്തി പോയി പ്രാർത്ഥിക്കുക, നീ എന്താ ആരാധനയ്ക്ക് പോകുന്നേ, പിള്ളേരെ വിളിച്ചിട്ട് പള്ളി പോ. ഈ മനുഷ്യൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവനും താമരകൾ ഇങ്ങനെ നിന്ന് ആടുക. പക്ഷേ ഈ മനുഷ്യൻ അധിപന് നോ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മാനസാന്തരം. എത്രയോ പേര് വചനം കേട്ട വചനം ഇനി മരണം വരെ എനിക്കിത് മതി. ഇതാണ് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇതാണ് ശക്തി എന്ന് പറയുന്നത്. The power of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ,
അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ഈ പേഴ്സണൽ കൺവിക്ഷൻ ഇതൊരു ആശയമല്ല. ജീസസ് വളരെ എന്താണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്? 1 യോഹന്നാൻ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെ. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഇതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഞങ്ങൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന, കണ്ട, കേട്ട, തൊട്ട വചനത്തെ, അതാണ് ജീസസ്. ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിച്ചു, ഞങ്ങൾ അവൻ്റെ കൂടെ കൈക്ക് പിടിച്ച് നടന്നു. അതവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ആ വചനം. ഇരുളിന് കീഴടക്കാൻ പറ്റാത്തൊരു വചനത്തെ ഞങ്ങൾ തൊട്ടിട്ടുണ്ട്, ഞങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ നടന്ന ജീസസ്. ഇതാണ് പേഴ്സണൽ കൺവിക്ഷൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവനകാലം കണ്ട് യോഗ നടത്തി, റെയ്ക്കി നടത്തി, പ്രാണിക് ഹീലിംഗ് നടത്തി, നമ്മൾ മെഡിറ്റേഷൻ നടത്തി, നമ്മൾ ഈ സദ്ഗുരുവിനെയും കേട്ട് ലോകത്തിലെ സകലവിധമായ ആയോധന കലകളും പരിശീലിച്ച് സ്വയം ഊർജം ക്രിയേറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഓക്കെ. അതുകൊണ്ട് നിനക്ക് നിൻ്റെ രക്ഷ ഊർജം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റില്ല. ദ പവർ ഓഫ് ഗോഡ് ഈസ് കോൾഡ് ജീസസ് ഓഫ് നസറത്ത്. അവനെ തൊടണം, കണ്ണുകൊണ്ട്, അവനെ നാവ് കൊണ്ട്, ഹൃദയം കൊണ്ട് തൊടണം, അവനെ സ്വന്തമാക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. വീണ്ടും പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം. നിങ്ങൾക്കറിയാം പൗലോസ്ലീഹയെ കുറിച്ച് പറയുന്നത് ചില്ലറക്കാരനല്ല. പൗലോസ്ലീഹ 8-ാം ദിവസം പരിച്ഛേദനം സ്വീകരിച്ച യഹൂദന എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് 8-ാം ദിവസം സുന്നത്ത് ലൈംഗിക അവയവത്തിൻ്റെ അറ്റം ഛേദിച്ച് കളയുക എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ നിയമമാണ്. അതാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ എടുത്തിരിക്കുന്നത്. ശരീരത്തിലൊരു മുദ്ര കിട്ടിയവനാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ടവൻ. ഇതാണ് പൗലോസ്ലീഹ. എന്നിട്ട് പറയാണ് ബെഞ്ചമിൻ ഗോത്രജനാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ 12 ഗോത്രത്തിലെ ഒരു ഗോത്രത്തിലെ അംഗമാണ് ഞാൻ ഹെബ്രായനാണ്, ഹീബ്രു ഭാഷ വശമുള്ളവൻ. ഞാൻ ഫരീസേരിൽ തീഷ്ണവാനായ ഫരീസേന എന്ന് പറഞ്ഞാൽ നിയമം അച്ചട്ടായിട്ട് പാലിക്കുന്നവനാ. തീഷ്ണത കൊണ്ട് ഈ കർത്താവിൻ്റെ സഭയെ, ഈശോയുടെ സഭയെ പീഡിപ്പിച്ചവനാ. കാരണം യഹൂദ മതമല്ലാതെ മറ്റൊരു മതമില്ല, യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈ പറയുന്നതെല്ലാം പൊള്ളത്തരമാണെന്ന് പറഞ്ഞ് ഇതിനെ പീഡിപ്പിച്ച തീഷ്ണവാനായ യഹൂദനാണ് ഞാൻ. മാത്രമല്ല ഞാൻ റോമ പൗരത്വം ജന്മനാ നേടിയവനാ. അന്നത്തെ കാലത്ത് സിറ്റിസൺഷിപ്പ് ഓഫ് റോം അത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്, കാശ് കൊടുത്താൽ പലരും വാങ്ങിക്കുന്നത്. എന്നാൽ ജന്മനാ എനിക്ക് ആ പൗരത്വമുണ്ട്. ഗമാലിയേൽ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ പാദപീഠങ്ങളിൽ ഇരുന്ന് വിദ്യ അഭ്യസിച്ച എന്ന് പറഞ്ഞാൽ താർസൂസിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവനാ ഞാൻ. സർവകലാശാല പട്ടണമാണ് താർസൂസ്. ആ നഗരത്തിലാണ് ഞാൻ ജനിച്ചത്. മാത്രമല്ല കൂടാരപ്പണി വശമുള്ളവനാണ്. കൂടാരപ്പണി എന്ന് പറഞ്ഞാൽ എനിക്ക് തൊഴിലും അറിയായിരുന്നു. ഇത്രയും കഴിവുള്ള പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തു എന്നെ തൊട്ട ഒരു സമയമുണ്ട്. ഞാൻ ഇങ്ങനെ ദമാസ്കസിലേക്ക് പോകുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് എന്നെ തൊട്ട് താഴെയിട്ടു. ഞാൻ ചോദിച്ചു, ആരാ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. യേശു, കർത്താവേ ഞാൻ നിന്നെ പീഡിപ്പിച്ചു. അതെ, എൻ്റെ സഭയെ തൊട്ടപ്പോൾ നീ എന്നെ കൃഷ്ണമണിയാ തൊട്ടെ. എൻ്റെ സഭയെ പീഡിപ്പിച്ച നീ എന്നെ തൊട്ടെ. ഞാൻ എന്ത് ചെയ്യണം? വാ. അങ്ങനെ ഋജിബീതി എന്നറിയപ്പെടുന്ന നഗരത്തിൽ ചെന്ന് അവിടെ അനനിയാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനനിയാസെ സാവൂളിനെ പോയി തൊട, അവൻ്റെ കണ്ണിന് സൗഖ്യം കൊട്, അവനെ ഞാൻ ഇതാ ലോകം മുഴുവൻ അയക്കാൻ പോവാണ്. അനനിയാസ് പറഞ്ഞു, അയ്യോ നമ്മുടെ സഭയെ പീഡിപ്പിച്ചവനവൻ. നീ വിഷമിക്കണ്ട, ഇനി മുതൽ അവൻ ആരായിത്തീരുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പൗലോസ്ലീഹ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ
ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. വേസ്റ്റാണ്, വേസ്റ്റ്. പ്രിയപ്പെട്ടവർ, ഇതാണ് യേശുവിനെ കണ്ട തൊട്ട പിന്നെ നമുക്ക് കിട്ടുന്നൊരു കൃപ. പിന്നീടൊരു തിരിഞ്ഞു നോട്ടം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 10ാം ക്ലാസ് വരെ ധൂപക്കുറ്റിയൊക്കെ വീശും, 12ാം ക്ലാസ് വരെ ബൈബിള് വായിക്കും, ഡിഗ്രി വരെയൊക്കെ സൺഡേ സ്കൂളിലും പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇതര മതസ്ഥൻ്റെ കൂടെ പോകും, ഒറ്റ സ്റ്റഡി ക്ലാസ് കേട്ടു. പിന്നെ അവന് യുക്തിവാദിയായി, നിരീശ്വരവാദിയായി, ദൈവമില്ല, അവന് വിശ്വാസവും ഇല്ല, പോയി. എന്തേ? എന്താ കാര്യം? ഈ പേഴ്സണൽ കൺവിക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. യേശു എന്ന രക്ഷകനല്ലാതെ ഈ ഭൂമിയിൽ രക്ഷയ്ക്ക് മറ്റൊരു നാമം ഇല്ല. പൗലോസിലെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2:2 പറയുകയാണേ. 1 കൊറിന്തോസ് 2:2, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ. ഈ കൊറിന്തോ എന്ന് പറയുന്നത്, കൊറിന്തോ എന്ന വാക്കിൻ്റെ അർത്ഥം വേശ്യ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഇതൊരു ദ്വീപാണ്, ഗ്രീക്ക് ദ്വീപാണ്. ഈ ദ്വീപിൽ ഒരുപാട് മാംസക്കച്ചവടം എന്ന് പറഞ്ഞാൽ ബീഫല്ല, മനുഷ്യ മാംസം കച്ചവടം നടത്തുന്നത്, കയറ്റുമതി ചെയ്യുക. അതൊരു ധാരാളം വിദേശികളൊക്കെ അവിടെ വരും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത തകർന്ന ഒരവസ്ഥയിൽ കഴിയുന്ന ആളുകൾ. അവിടെയാണ് ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് പൗലോസ് ചെല്ലുന്നേ. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, എടാ ഇത് ഒരു നടക്ക് തീരുകയല്ല, എല്ലാത്തിൻ്റെയും മുമ്പിൽ ഒരു അശുദ്ധാരൂപിയുണ്ട്. അശുദ്ധാരൂപി, ഒരു സ്പിരിറ്റ് ഇങ്ങനെ നടക്കുകയാണ്. കണ്ണിൽ അരൂപി, കാതിൽ അരൂപി, സംസാരത്തിലത്, നോട്ടത്തിലത്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നപ്പോൾ പൗലോസ്ലിയ വന്നിട്ട് ഇതിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം കൂടെ അടുത്തുകൂടി. ഇവർ വിചാരിച്ചു പുതിയൊരു ദേവിയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നാണ്. ആ ദേവിയുടെ പേരിൽ അവിടെ ഫ്രീ സെക്സ്, അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. എല്ലാം പെരുന്നാൾ, ഒരു ഉത്സവമാണ്. അപ്പോൾ അന്നേ ദിവസം ആ ദേവിയുടെ തിരുനാളിൻ്റെ അന്ന് ആരുമായിട്ടും ഇണചേരാം. ഇതാണ് അവിടുത്തെ രീതി. അപ്പോൾ പൗലോസ്ലിഹ വന്നിട്ട് അരയോപ്പാഗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അരയോപ്പാഗസ്, അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠയൊന്നുമില്ല, ഒരു ബലിപീഠം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അജ്ഞാത ദേവന്. അപ്പോൾ പൗലോസ്ലിഹ അവിടെ കയറി നിന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നേ? പറഞ്ഞു, നിങ്ങളുടെ ഈ ബലിപീഠത്തിൽ ഇവിടെ പ്രതിഷ്ഠയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഈ ബലിപീഠത്തിൽ എന്താ എഴുതിയേക്കുന്നത്? അജ്ഞാത ദേവൻ. എന്താ അതിൻ്റെ അർത്ഥം? അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഗ്രീക്ക് തത്വജ്ഞാനികളായ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെന്റ് തരുന്ന ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല, വരാനിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ബലിപീഠം മാറ്റിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ രൂപങ്ങളൊന്നും വെക്കാത്തതിൻ്റെ കാര്യം അതാന്ന് പറഞ്ഞു. ഉടനെ പൗലോസ്ലിഹ പറഞ്ഞു, ആ അജ്ഞാത ദേവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ കുറേ പേര് പറഞ്ഞു, എന്നിട്ട് ദേവി ആ ദേവൻ്റെ ദേവി വരട്ടെ, ദേവി വന്നാൽ കാര്യം. അപ്പോൾ പറഞ്ഞു, ദേവിയില്ല, ദേവൻ മാത്രമേ ഉള്ളൂ. അതോടുകൂടി നിനക്ക് വട്ടാന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി. ഉടനെ പൗലോസ്ലിഹ പിന്നീട് ആ ലേഖനത്തിൽ പറയുകയാണ്, എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ക്രിസ്തുവിനെ കുറിച്ച് മാത്രം, അതും ക്രൂശിതനായവനെ കുറിച്ച്. കാരണം നിങ്ങളുടെ ശരീരത്തിലാണ് നിങ്ങൾ പാപം ചെയ്യുന്നത്. അവനോ ശരീരത്തിൽ മുറിഞ്ഞവൻ അടികൊണ്ട് തല്ലി ചതച്ച് കൊത്തി നുറുക്കി അവനെ കുരിശിൽ തറച്ചിട്ടിരിക്കുന്ന ഒരു ക്രിസ്തുവൻ ദൈവമാണെന്ന്, അവനെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ ശരീരത്തിൽ ചതഞ്ഞ് മുറിഞ്ഞ് കൊത്തി നുറുക്കിയിട്ടിരിക്കുന്ന ഈശോയെക്കുറിച്ച് മാത്രമാണ് കൊരിന്തിൽ പൗലോസ്ലിഹ പറഞ്ഞത്. കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, പിന്നീട് വായിക്കുന്നുണ്ടല്ലോ, എന്തുമാത്രം വരങ്ങൾ കൊണ്ട്, ഭാഷാവരം കൊണ്ട്, പ്രവചന വരം കൊണ്ട്, ജ്ഞാനത്തിൻ്റെ വരം കൊണ്ട്, പ്രബോധന വരം കൊണ്ട് നിറഞ്ഞൊരു സഭയാണെന്നറിയാമോ പിന്നീട് കൊരിന്ത് മാറിയത്. പരിശുദ്ധാത്മാവ് തൊട്ടു, ഈ ജഡത്തെ തൊട്ടു, ഈ ജഡത്തെ തൊടുവെന്ന്. ഇതാണ് ശക്തി, യേശുവിന്റെ ശക്തി. പിന്നീട് വരങ്ങൾ നിറയുമെന്ന് ഈ ജഡത്തിൽ നിന്ന്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ഇതാണ് ജീസസ്.
ഒരു ശക്തിയുണ്ട്. അത് മാത്രമേ ഈ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിക്കുക. ഈ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ദാമ്പത്തിക അവിശ്വസ്തത കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. അവരെ മോചിപ്പിച്ചെടുക്കാൻ ക്രൂശിതന് ഉയർത്തേണ്ട കാലഘട്ടമാണിത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ച് പറയണം, ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കണം, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ ശ്രമിക്കണം. യേശു ക്രിസ്തുവിന്റെ ശക്തി പ്രകടമാകുന്നത് വരെ അന്വേഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട് 4-ാം വാക്യത്തിൽ, 1 കൊരിന്തോസ് 2:4 വാക്യം, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. അതായത് പൗലോസ്ലീഹ കാര്യം, നിങ്ങൾക്കറിയാമോ, പൗലോസ്ലീഹ പണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, എവ്തിക്കോസ് എന്നാണ് അവൻ്റെ പേര്, അവന് അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പൗലോസ്ലീഹ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി മുഴുവനും പ്രസംഗം നീണ്ട്. പ്രസംഗത്തിന് നല്ല ശേലായതുകൊണ്ട് നിങ്ങളിൽ കുറച്ച് പേര് ഇരുന്ന് ഇപ്പോൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ല, പോട്ടെ. അപ്പോൾ ഈ അരഭിത്തിയിലിരിക്കുകയായിരുന്നു. മണ്ടയ്ക്കൊന്ന് ഉച്ചി കുതി തറ വീണ്, അങ്ങനെ പെടലി ഒടിഞ്ഞ് ചത്തുപോകുന്ന പോലായി. പൗലോസ്ലീഹ എല്ലാവരും കൂടെ കരഞ്ഞുകൊണ്ട് ഓടി താഴെ വന്ന് നോക്കിയപ്പോൾ എന്തേ കിടക്കണം. പൗലോസ്ലീഹ എന്ത് ചെയ്തു? ഇങ്ങനെ എവ്തിക്കോസിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച്, അപ്പോൾ അവന് ജീവനുള്ളതായി. അവനെ ഏൽപ്പിച്ചിട്ട് പൗലോസ്ലീഹ പിന്നെ പോയി പിന്നെയും പ്രസംഗിച്ചു. പിന്നെ അവൻ ഉറങ്ങി കാണും. പൗലോസ്ലീഹയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആരും ഉറങ്ങിപ്പോവും. നമ്മുടെ കൂട്ടമൊക്കെ എന്ന് തോന്നുന്നു. പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഉറങ്ങിക്കോ, പക്ഷേ കസേരയിൽ നിന്ന് ഉറങ്ങി പടലി ഒടിഞ്ഞാൽ എനിക്ക് പൗലോസ്ലീഹയുടെ അത്ര സിദ്ധിയൊന്നുമില്ല വന്ന് കെട്ടിപ്പിടിച്ച് ജീവൻ തരാൻ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ധൂപപ്രാർത്ഥന നടത്തി സഹായിക്കാമെന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഈ പൗലോസ്ലീഹ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വലിയ വാക്ചാതുര്യമൊന്നുമില്ല, വിജ്ഞാനം നിറങ്ങുന്ന വലിയ തുളുമ്പുന്ന രീതിയിലൊന്നും പറയാനൊന്നും അറിയത്തില്ല. അതേപോലെയാണ് എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. പക്ഷെ പറയുന്നതാണ്, ശ്രദ്ധിക്കണേ, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു എന്ന് പറഞ്ഞാൽ, പൗലോസ്ലീഹ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അതാണ് ജീവനുള്ള യേശുവിൻ്റെ സാന്നിധ്യം. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയതയുടെ മുഖമുദ്ര. ഇതാണ്. വെറും വാക്കുകളല്ല, കഥകളല്ല, ഉപദേശങ്ങളല്ല, സാരോപദേശങ്ങളല്ല, ഐതിഹ്യങ്ങളല്ല, കെട്ടുകഥകളല്ല, പുരാണങ്ങളല്ല, നോവലല്ല, ചെറുകഥയല്ല, ഇത് ആശയങ്ങളല്ല, ഇത് തർക്കങ്ങളല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദങ്ങളല്ല, മറിച്ച് ഇതൊരു ശക്തിയാണ്. ഇത് പ്രവർത്തിച്ചേ മടങ്ങും, ഇത് പ്രവർത്തിച്ചേ മടങ്ങും, ഇത് പ്രവർത്തിച്ചിരിക്കും. ഇപ്പോഴല്ല, 20 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ വചനം ക്രിയ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ശക്തിയിൽ വിശ്വസിക്കുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം നിയന്ത്രിക്കപ്പെടുന്ന ആത്മീയ മുന്നേറ്റങ്ങൾക്കും അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നടത്താൻ വേണ്ടി ചില ധ്യാന രീതികളും ചികിത്സാ രീതികളും വ്യായാമങ്ങളും എല്ലാം ഇങ്ങനെ അവരുടെ ഈ ലോകത്തിൻ്റെ ചിന്താധാരകളിൽ നിന്ന് രൂപപ്പെട്ട ഒരുപാട് രീതികളിലേക്ക് ചേക്കേറുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ പോകും. ഒരിക്കൽ എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ഭയങ്കര ആഢ്യത്വമുള്ള പൗരോഹിത്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം, ഒരുപാട് വൈദികർ സന്യസ്തരൊക്കെ ഉള്ള ഒരു കുടുംബം. അപ്പോൾ ആ കുടുംബത്തിനോട് ചേർന്ന് അവരൊരു ചാപ്പൽ പണിതു. ആ ചാപ്പലിൽ അവർ ഭയങ്കര സന്തോഷത്തോട് അവിടെ ഞാനും ചെന്ന് പ്രാർത്ഥിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. കുർബാനയൊക്കെ ചൊല്ലുന്ന അവിടുത്തെ വൈദികരൊക്കെ വരുമ്പോൾ അവിടെ കുർബാനയിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, ഇപ്പോൾ അവിടെ ചെന്ന് ആ ചാപ്പലിൽ പിന്നെ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നു. ആ ചാപ്പലൊന്ന് കയറി പ്രാർത്ഥിക്കാമെന്ന് കരുതി ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു നൃത്തം ചുവട്ടിങ്ങനെ നിൽക്കുന്ന ഒരു രൂപമുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഇവിടാണ് ഡാൻസ് ക്ലാസ് നടത്തുന്നത്. അതായത് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് നല്ല ചാപ്പലിൻ്റെ ഒരു സൈഡ് എടുത്ത് ഡാൻസ് ക്ലാസ്, ബിസിനസ്, തയ്യൽ എന്നൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഇത്. ഞാൻ പറഞ്ഞു,
നമ്മളിത് ഒരിക്കലും പാടില്ല. ഇത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തൊരു സ്ഥലത്ത് വിവിധങ്ങളായ ഈ വെച്ചു വണക്കങ്ങളും പൂജകളും ഒക്കെ നടത്തുന്ന രീതികളൊന്നും പാടില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ചാപ്പലിൻ്റെ ഈ മറയിട്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾ ഇത്രയും ഇങ്ങനെ ഇത് വെച്ചങ്ങ് മറയ്ക്കാൻ പറഞ്ഞു, പ്ലൈവുഡ് വെച്ച് ഇവിടെ ഒരു വാതിൽ മാത്രം ഇട്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാപ്പൽ തുറന്നൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെന്ത് വേണേലും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശുദ്ധമായ ഇടത്തു പോലും പലപ്പോഴും ഈ ഒരു വളരെ ശ്രദ്ധാപൂർവം പ്രവേശിക്കുന്ന നിയന്ത്രിക്കുന്ന ചില മുന്നേറ്റങ്ങളുണ്ട്. ഇത് നുഴഞ്ഞു കയറും. നമ്മുടെയൊക്കെ വീടുകളിൽ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ. ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പം ആഫ്രിക്കക്കാരാണ്, ആഫ്രിക്കയിൽ നിന്ന് അവർ വന്നപ്പോഴത്തേന് അവിടുത്തെ നാട്ടിൽ നിന്ന് കിട്ടിയ സർവമാന ജീവികളുടെയും കൊമ്പും പല്ലും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച രൂപങ്ങളും അതും ഇത് ഈ പടി കയറി സ്റ്റെയർ കേസ് പോകുന്നിടത്ത് സൈഡിലെല്ലാം ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, പല്ലും കാണിച്ച് നാക്കും നീട്ടി. ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇവിടുന്ന്? ഇത് അവിടുത്തെ വളരെ വിശേഷപ്പെട്ട രൂപങ്ങളാണ്, എന്നാ വിലയാണെന്നറിയാമോ? ഇതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവർ, കാണുമ്പോൾ നമുക്ക് വളരെ നല്ലതെന്ന് തോന്നും. പക്ഷേ അറിയാതെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന, ശ്രദ്ധിക്കണം, അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, ദൂതുണ്ട്. എന്താണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അത്രയും ആത്മബലമില്ലാത്തത് കൊണ്ട് അവർ പറയും എല്ലാ മതങ്ങളും ഒന്നാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായിരിക്കുക. ഇങ്ങനെ ഒരു ചിന്താഗതി ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും വലിയ ചിന്തയാണ് ഹ്യൂമനിസം, ഹ്യൂമൻ പ്രൊമോഷൻ. തെറ്റല്ല പ്രിയപ്പെട്ടവരെ, ശരിയാണ്. മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യണം, മനുഷ്യൻ വളരണം, മനുഷ്യനെ സഹായിക്കണം, നന്മ ചെയ്യണം, പരിസ്ഥിതി നന്നാവണം, കുടിവെള്ളം വേണം, അരുവികൾ, ശുദ്ധജലങ്ങൾ, തടാകങ്ങൾ എല്ലാം വേണം, നല്ലതാണ്. വനങ്ങൾ വേണം, പച്ചകിടം നമ്മുടെ നാട് നിലനിൽക്കണം, എല്ലാം നല്ലതാണ്, വേണം. പക്ഷേ ഇന്ന് ഈ ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതികളുമായിട്ട് ആളുകൾ നടന്ന് ദൈവത്തെ വേണ്ട, ഇതാണ് ദൈവം. ദൈവത്തെ മാറ്റിവെക്കുന്നു. 2ാം സ്ഥാനമോ 4ാം സ്ഥാനമോ ജീവിതത്തിൽ 5ാം സ്ഥാനം വരെ ദൈവത്തിന് കൊടുത്തിട്ട് 1ാം സ്ഥാനം ഇതിനൊക്കെ കൊടുത്ത് അവസാനം നമ്മൾ ഈ ലോകം കൊണ്ട് തൃപ്തി അടയുന്ന, ഈ ലോകത്തിലാണ് സ്വർഗം, പറുദീസ എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഞാൻ തീർക്കുന്നതാണ് എന്നൊരു ചിന്ത വരും. ഇത് അടുത്ത തലമുറ ഏറ്റെടുക്കും. അവർ പറയും, പിന്നെ പള്ളി എന്തിനാ, ആരാധന എന്തിനാ, കൂദാശ എന്തിനാ? പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ സഹായിക്കണം, മനുഷ്യനെ സഹായിക്കണം, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്റെ സർവശക്തനായ ദൈവത്തിന് നീ കൊടുക്കുന്ന സ്ഥാനം, അവന്റെ ശക്തിയിലുള്ള നിന്റെ ശരണം, അവനോടുള്ള നിന്റെ സ്നേഹം, അവനാണ് ഏകരക്ഷകൻ എന്നുള്ള നിന്റെ വിശ്വാസം, ഇതാണ് 1ാം സ്ഥാനം. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവര് എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ നമ്മുടെ ചിന്തകളെ മാറ്റുന്ന ഈ ലോകത്തിൻ്റെ അരൂപികളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കണമെന്ന് സഭ നമ്മളെ നിഷ്കർഷിക്കുന്ന പഠിപ്പിക്കും. ദൈവം ഒരു വ്യക്തിയല്ലെന്നും ദൈവം ഒരു ഊർജമാണെന്നും ഈ ഊർജം നാം കണ്ടെത്തേണ്ടതാണെന്നും അതെൻ്റെ രീതികൾ കൊണ്ടും അധ്വാനം കൊണ്ടും ശ്രമഫലമായിട്ട് ഞാൻ രക്ഷപ്പെടുമെന്നുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് വ്യാജപ്രവാചകന്മാരും ഒരുപാട് കലാരീതികളും രൂപപ്പെടുന്നുണ്ട്. അത് അപകടമാണ്, അത് ക്രിസ്തീയമല്ല, ദൈവവചന വിരുദ്ധമാണ്. യേശു എന്ന മനുഷ്യനിൽ, യേശു എന്ന ദൈവത്തിലല്ലാതെ രക്ഷ ഇല്ല. ഈ ദൈവ മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ രക്ഷ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. കാരണം രക്ഷകന്റെ ആവശ്യം വേണ്ട എന്നൊരു ചിന്ത നമ്മുടെ നാട്ടിൽ വളരെ ശക്തമാകുന്നുണ്ട്. എന്തിനാണ് രക്ഷകൻ? ഞാനാണ് എൻ്റെ രക്ഷ, ഞാൻ വിചാരിച്ചാൽ എനിക്ക് സ്വർഗം, ഞാൻ വിചാരിച്ചാൽ എനിക്ക് നരകം, സ്വർഗവും നരകവും എൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെയൊക്കെ കരുതുന്ന ആളുകളുണ്ട്. പാപമോചനത്തിൻ്റെ ആവശ്യമില്ല, പാപമെന്നൊന്നില്ല, പുണ്യം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ആത്മാവിൻ്റെ അപകട നിലയാണത്. ആത്മാവിനെ എന്നേക്കുമായി നരകത്തിൽ കൊണ്ടുപോകാനുള്ള അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളാണത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞ് ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അന്തിക്രിസ്തുവിൻ്റെ പരമമായ വഞ്ചനയിൽ പെട്ടുപോകാതെ വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ വഴിതെറ്റിക്കാതെ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട്
നമുക്ക് പരിശ്രമിക്കാം, ഈശോയുടെ ശക്തി അനുഭവിക്കാം. ഒരു വചനം കൂടെ കണ്ടുകൊണ്ട് നിർത്തുകയാണ്. 2 കൊരിന്തോസ് 11:4 എന്തെന്നാൽ, ഈശോ പറയാണ്, പൗലോസ് പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ 2 കൊരിന്തോസ് 11:4 എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്നു പ്രസംഗിക്കുകയോ, ശ്രദ്ധിക്കണേ, മറ്റൊരു യേശു, അനദർ ക്രൈസ്റ്റ്, സാധ്യതയുണ്ട്. സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞേ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പഠിപ്പിക്കുന്ന യേശു അല്ലാതെ മറ്റൊരു യേശുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ സാധ്യതയുണ്ട്. അനദർ ക്രൈസ്റ്റ് നമ്മുടെ ഇടയിൽ വരും. മറ്റൊരു യേശുവിനെ കുറിച്ച് ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ, അനദർ സ്പിരിറ്റ് ഉണ്ട്, അനദർ സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എഴുതി വെച്ചത്. നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത വേറൊരു സ്പിരിറ്റ് ഉണ്ട്, അന്തിക്രിസ്തുവിന്റെ ആത്മാവ്. അതുണ്ട്. വീണ്ടും, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം, അനദർ ഗോസ്പൽ. ഇത് മൂന്നും വളരെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട മക്കളെ. 3 കാര്യങ്ങൾ. ഒന്ന്, there is another Christ, there is another Christ, there is another gospel, and there is another spirit. പൗലോസ് പറയാണ്, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും എന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം, അതിനെല്ലാം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിന്, ഈ ലോകത്തിൻ്റെ സ്പിരിറ്റിന് കീഴടങ്ങുകയായിരിക്കും. ഈ സത്യമല്ലാതെ ക്രിസ്തുവിനെ പോലിരിക്കുന്ന മറ്റൊരു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ, ഈ സുവിശേഷം പോലിരിക്കുന്ന മറ്റൊരു സുവിശേഷം, സത്യസുവിശേഷം വിട്ട് നമ്മൾ സ്വീകരിച്ചാൽ, വേറൊരു ആത്മാവ്, പരിശുദ്ധാത്മാവ് പോലിരിക്കുന്ന ഒരു ആത്മാവിനെ, ഇതിനകത്തും സത്യമുണ്ട്, യോഗ സത്യമാണ്, റൈക്കി, പ്രാണിക് ഹീലിംഗ് സത്യമാണ് എന്ന് കരുതി നമ്മൾ പോയാൽ മറ്റൊരു ക്രൈസ്റ്റ് പോലെ തോന്നും, മോർ ഓർ ലെസ് സിമിലർ. പക്ഷേ അനായാസം നിങ്ങൾ പിശാചിന് അടിമയായി മാറുകയായിരിക്കും. ഹല്ലേലൂയ, സ്നേഹത്തോട് പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 തിമോഥെയോസ് 4:5 പറയുന്നത്, ജനങ്ങൾ ഉത്തമമായ പ്രബോധനങ്ങളിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അവർ സത്യത്തിനു നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. എന്നാൽ ക്രിസ്തുവിന് യോജിക്കാത്തതെല്ലാം മാറി ഞങ്ങൾ ഹൃദയങ്ങളെ ഈശോയിൽ ഫോക്കസ്ഡ് ആക്കാൻ ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച് ഒരു ആരാധന നടത്താൻ പോകണം. പ്രാർത്ഥിക്കേണ്ട ഇതാണ്. പ്രിയപ്പെട്ട, 1-ാം സ്ഥാനം ഒന്നാമത് ചെയ്താൽ 2-മതുള്ളത് തന്നെ വരും, 3-മതുള്ളത് തനിയെ വരും, 4-മതുള്ളത് പിന്നെ വരും. ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അതോടൊപ്പം ഈശോ പറഞ്ഞു, ബാക്കി ഒന്നും തരത്തില്ലെന്ന്, ബാക്കിയെല്ലാം വരും. അതുകൊണ്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്രിസ്തുവില്ല. ഈ കാലഘട്ടത്തിൽ അനേക യുവജനങ്ങൾ ഈ സദ്ഗുരുക്കന്മാരെ കേട്ട് അനേക പ്രസംഗങ്ങൾ യൂട്യൂബിൽ ചാനൽ, പല ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പല രീതിയിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരുപാട് ധ്യാന കലകളും രീതികളും ഉണ്ട്. ഇതെല്ലാം പ്രാചീനമായ 5000 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പ്രാചീന മതങ്ങളുടെ ധ്യാന രീതികളിൽ നിന്ന്, ചിന്താധാരകളിൽ നിന്ന് രൂപം കൊണ്ടതാ. പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നെന്ന് മാത്രം. ഇതിലേക്കൊക്കെ നമ്മൾ വീണുപോയാൽ സത്യക്രിസ്തുവിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അനായാസം നമ്മൾ പിശാചിന് കീഴടങ്ങും, ചെറുത്ത് നിൽക്കാൻ പറ്റാതാവും. അതുകൊണ്ടാണ് പിള്ളേരൊക്കെ വളരെ പെട്ടെന്ന് പോയി. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു സംഭവത്തിൽ ഈ കൊച്ച് ഇന്ന് അവരുടെ ഫാമിലി ലൈഫില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, അസ്വസ്ഥതയിലാണത്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിഫറൻസ്. അവനെ എങ്ങനെയും കൊണ്ടുവരാം, കാരണം അവൻ ഇത്തിരി വെള്ളം അടിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെ വണ്ടി എടുത്തുകൊണ്ട് കറങ്ങാൻ പോകും. തെറ്റാണ്. എന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കുട്ടി വെള്ളം അടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല. ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്യത്തില്ല. പക്ഷേ അവൾ ഇന്നൊരു ഇൻഡിഫറൻസിലാണ്, നിസ്സംഗതയിലാണ്, ഫാമിലിയിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും നോക്കി ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് നടക്കുകയാണ്. പള്ളി വേണ്ട, പട്ടക്കാർ വേണ്ട, പ്രാർത്ഥന വേണ്ട, കൂതാശ വേണ്ട, ഒന്നും വേണ്ട.
ഇതാണ് ഈ സ്പിരിറ്റ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ശാന്തമായി ഒഴുകുന്നു എന്ന് തോന്നുന്ന ഒരു പുഴ, പക്ഷേ ദിശ മാറിയാണ് ഒഴുകുന്നത്. വളരെ ശാന്തമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു എന്ന് തോന്നും, എല്ലാ അറിവും ഡിഗ്രികളും പണവും അവർക്ക് വന്നു ചേരുന്നു എന്ന് തോന്നും, പക്ഷേ ദിശ മാറിയാണ് ഒഴുകുന്നത്. ആത്മാവിൻ്റെ രക്ഷാപകടത്തിലാണ്.